ഹായ് എവരിവൺ, നമ്മൾ ചിന്തിക്കുന്നത് ജെനസിസ് ചാപ്റ്റർ 20 ആണ്. ഉൽപ്പത്തി 20 അധ്യായം. അവിടെ അബ്രഹാം അബിമേലെക്കുമായിട്ട് ഉള്ള ഒരു കൂടിക്കാഴ്ചയെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അബ്രഹാം അവിടെ വലിയൊരു തെറ്റുകാരൻ അവിടെ ചെയ്യുകയാണ്. താൻ ഈജിപ്തിൽ ചെയ്തപ്പോൾ താൻ അവിടെ ചെയ്തതുപോലെ തന്നെ താൻ അബിമേലെക്കിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോഴും അവിടെ പറഞ്ഞ് തൻ്റെ ഭാര്യ സാറ തൻ്റെ പെങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പോൾ അബിമേലെക്ക് സാറയെ വിളിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, സാറയ്ക്ക് ഈ സമയത്തും നല്ല പ്രായമുള്ള ഒരവസ്ഥയിലാണ്, തനിക്ക് നല്ല പ്രായമുള്ള ഒരവസ്ഥയിലാണ്. അപ്പോഴും താൻ കാണുവാൻ നല്ല അട്രാക്റ്റീവ് ആയിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കാം അബിമേലെക്ക് സാറായെ വിളിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ കൊണ്ടുപോകാനിടയായി തീർന്നു. അപ്പോൾ അബിമേലെക്കൊണ്ട് രാത്രിയിൽ സ്വപ്നത്തിലൂടെ ദൈവം പറഞ്ഞ്, ഞാൻ നിന്നെ കൊലപ്പെടുത്താൻ നിന്നെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അബിമേലെക്ക് ഓർപ്പിക്കുകയാണ്, നീ ഇവിടെ കൊണ്ടിരിക്കുന്ന സ്ത്രീ അത് അബ്രഹാമിൻ്റെ ഭാര്യയാണ്. ഞാൻ കാരണമാണ് നീ ആ സ്ത്രീയെ തൊടാതിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ദൈവം അവിടെ അബിമേലെക്കിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അബ്രഹാം എത്രമാത്രം അവിശ്വസ്തത കാണിച്ചെങ്കിൽ പോലും ദൈവം എന്നിട്ടും അബ്രഹാമിൻ്റെ കുടുംബത്തിന് ദൈവം അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. കാരണം നേരത്തെ ചെയ്ത സെയിം തെറ്റ് തന്നെയാണ് ഈ സമയത്തും ചെയ്യുന്നത്. ഈജിപ്തിൽ ഫറവോനോട് പറഞ്ഞ അതേ സെയിം കാര്യം തന്നെ ഇവിടെ എത്തിയപ്പോൾ അബിമേലെക്കിനോടും പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഒടുവിൽ ദൈവം പറഞ്ഞ്, നീ സാറായെ അബ്രഹാമിന് തിരികെ മടക്കി കൊടുക്കുക, അവൻ എൻ്റെ ഒരു പ്രോഫറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും സൗഖ്യം ലഭിക്കും വിടുതൽ ലഭിക്കും എന്നാണ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബിമേലെക്ക് സാറായെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയപ്പോഴേക്കും കൊട്ടാരത്തിലുള്ള സ്ത്രീകളുടെ ഒക്കെ അവരൊക്കെ അങ്ങ് ബാരൻ ആകാനിടയായി തീർന്നു. അവർ പ്രസവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ദൈവം അവരെ അങ്ങനെ ആക്കി കളഞ്ഞിരുന്നു. അപ്പോൾ ദൈവം പറയുന്ന, അബ്രഹാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ കാര്യം അതൊന്ന് മാറ്റിത്തരുമെന്ന് ദൈവം അവരോട് പ്രോമിസ് കൊടുക്കുകയാണ്. അങ്ങനെ അബിമേലെക്ക് സാറായെ തിരിച്ച് അബ്രഹാമിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതോടെ അപ്പോൾ അബിമേലെക്ക് പറയുകയാണ്, നീ എന്തിനാണ് ഇത് ചെയ്തത് എന്തെങ്കിലും പറയാണ്, ഞങ്ങൾ ദൈവമില്ലാത്ത അടുത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ദൈവം പറഞ്ഞിട്ട് ഞങ്ങൾ ആ സ്ഥലമെല്ലാം വിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ സാറായെ പിടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ഒരു സാറായ നിമിത്തം താൻ കൊല്ലപ്പെടുമോ എന്നുള്ള ഒരു പേടിയുണ്ട് ആണ് താൻ ഇത് ചെയ്തത്. പിന്നെ താൻ പറയാണ്, ശരിക്കും തൻ്റെ തൻ്റെ സിസ്റ്റർ തന്നെയാണ്, തൻ്റെ അപ്പൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു സിസ്റ്ററാണെന്ന് പറഞ്ഞ് താൻ അവിടെ ഓരോ എക്സ്ക്യൂസും അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. എങ്കിൽ കൂടെ ദൈവം അബ്രഹാമിനോട് കരുണ കാണിക്കുന്നു. അതുകൊണ്ട് സാറയെ തിരിച്ചു ലഭിക്കുന്നു. അതുപോലെ തന്നെ സാറയെ അവിടെ കൊട്ടാരത്തിലാകുന്ന സമയത്ത് ഒരു മനുഷ്യൻ പോലും തൊടുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല. അതുപോലെ തന്നെ അബിമേലെക്ക് അബ്രഹാമിന് ധാരാളം സ്വത്തുക്കൾ താനോട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ കാണുന്നത് അബ്രഹാം ആ സ്വത്തുക്കളൊക്കെ വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ഇതിനു മുമ്പേ നമ്മൾ നോക്കുമ്പോൾ സോതോമിലെ രാജാവ് കുറേ കാര്യങ്ങൾ ഓഫർ ചെയ്തു, കുറേ സ്വത്തുക്കളും ദാസന്മാരും അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഓഫർ ചെയ്തു. അപ്പോൾ അബ്രഹാം അവരോട്, വേണ്ട, ഈ രാജാവാണ് എന്നെ ധനവാനാക്കിയെന്ന് പറയാതിരിക്കാനായിട്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ അബ്രഹാം ഇവിടേക്ക് എത്തിയപ്പോൾ അബിമേലെക്ക് കൊടുത്ത സ്വത്തുക്കളും എല്ലാം താൻ അവിടെ വാങ്ങിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ തൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ ചിന്താഗതിയൊക്കെ മാറി താൻ കോംപ്രമൈസ് ചെയ്ത് പോകുവാനായിട്ട് ഇടയായി തുടങ്ങി.
അപ്പോൾ നമുക്ക് അബ്രഹാമിൻ്റെ ആ സമയത്ത് ആ ലെസൺ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മളൊരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ അവർ തെറ്റ് ചെയ്തു, അതോടൊക്കെ കോംപ്രമൈസ് ചെയ്തു, പിന്നെ താൻ അതെല്ലാം സ്വീകരിക്കുകയും തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് തനിക്ക് ഈ ഒരു അവസ്ഥയിൽ തനിക്ക് ഉയരുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് നമുക്ക് പല കാര്യങ്ങളിലും മുകളിലോട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നമുക്കൊരു ഫേമായിട്ടുള്ള ലൈഫ് ജീവിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മാത്രം